സൗഭാഗ്യമേ, എന്നാത്മാവിൻ സായുജ്യമേ, എൻ ജീവിതത്തിൻ്റെ സൗഭാഗ്യമേ, എന്നാത്മാവിൻ സായുജ്യമേ, ഒരു നാളിലും പിരിയാത്ത എൻ സ്നേഹമേ, ഓ ദിവ്യകാരുണ്യമേ, ആരാധനാഗീതം പാടാം, ആ തിരുനാമത്തെ വാഴ്ത്താം, ഓ ദിവ്യകാരുണ്യ സ്നേഹമേ, അങ്ങേയ്ക്കൊരായിരം സ്തോത്രമേകാം, ഓ ദിവ്യകാരുണ്യ സ്നേഹമേ, അങ്ങേയ്ക്കൊരായിരം സ്തോത്രമേകാം. തിരുവോസ്തിയായി നീയണഞ്ഞു, അവദർശനം ഞാനറിഞ്ഞു, തിരുവോസ്തിയായി നീയണഞ്ഞു, അവദർശനം ഞാനറിഞ്ഞു, നിരുപമ സ്നേഹമേ എന്റെയുള്ളം, നവശാന്തിയാലേ നീ നിറച്ചു, നിരുപമ സ്നേഹമേ എന്റെയുള്ളം, നവശാന്തിയാലേ നീ നിറച്ചു, ആരാധനാഗീതം പാടാം, ആ തിരുനാമത്തെ വാഴ്ത്താം, ഓ ദിവ്യകാരുണ്യ സ്നേഹമേ, അങ്ങേയ്ക്കൊരായിരം സ്തോത്രമേകാം, ഓ ദിവ്യകാരുണ്യ സ്നേഹമേ, അങ്ങേയ്ക്കൊരായിരം സ്തോത്രമേകാം. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ദിവ്യകാരുണ്യീശോയെ, അങ്ങയെ സ്നേഹിക്കുവാനും അങ്ങയെ അറിയുവാനും അങ്ങയെ സ്വന്തമാക്കുവാനും ആഗ്രഹിച്ചുകൊണ്ട് ഈശോ, അങ്ങയുടെ മക്കളായ ഞങ്ങൾ ഈ കരുണയുടെ മണിക്കൂറിൽ അങ്ങേ തിരുസന്നിധിയിലേക്ക് ഓടി അണഞ്ഞിരിക്കുന്നു. ഈശോയെ, ഞങ്ങളുടെ വേദനകളും പാപബലഹീനതകളും ഞങ്ങളുടെ ആസക്തികളും രോഗപീഠകളും ഞങ്ങളുടെ നൊമ്പരങ്ങളും തകർച്ചകളും അടിമത്തങ്ങളും ഞങ്ങളെ വേട്ടയാടുന്ന എല്ലാ പൈശാചിക ശക്തികളും എല്ലാ ആധിപത്യങ്ങളും എല്ലാ അവസ്ഥകളോടുകൂടി അങ്ങേ തിരുസന്നിധിയിൽ ഞങ്ങൾ സമർപ്പിക്കുന്നു. ഈശോയെ, ഈ ആരാധനയിലായിരിക്കുന്ന എല്ലാ മക്കളെയും ഞങ്ങളുടെ പ്രാർത്ഥനാ സഹായം ആവശ്യപ്പെട്ടിട്ടുള്ള എല്ലാ മക്കളെയും അവരുടെ ഓരോ നിയോഗങ്ങളെയും അങ്ങേ തിരുസന്നിധിയിലേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. അങ്ങയെ ആരാധിക്കുവാൻ, അങ്ങയെ സ്നേഹിക്കുവാൻ, അങ്ങയോട് ചേർന്നിരിക്കുവാൻ, അങ്ങയുടെ കൃപകൾ കൊണ്ട് നിറയപ്പെടുവാൻ, അങ്ങയുടെ ശക്തിയാൽ നിറയപ്പെടുവാൻ, അങ്ങയെ സ്വന്തമാക്കുവാൻ, അങ്ങയെ ആരാധിക്കുവാൻ, അങ്ങയെ മഹത്വപ്പെടുത്തുവാൻ, അങ്ങയുടെ ശക്തി സ്വീകരിക്കുവാൻ ഈ പാപികളും ബലഹീനരുമായ ഞങ്ങളെ ഈ കരുണയുടെ മണിക്കൂറിൽ അനുവദിച്ച് അങ്ങയോട് ചേർത്ത് പിടിച്ചിരിക്കുന്ന ആ വലിയ സ്നേഹത്തെ ഓർത്ത്
കരുണയോർത്ത് ഈശോയെ അങ്ങേ മക്കളായ ഞങ്ങളൊന്ന് ചേർന്ന് അങ്ങേ ആരാധിക്കുന്നു. മാലാഖമാരോട് ചേർന്ന്, എല്ലാ വിശുദ്ധരോട് ചേർന്ന്, രക്തസാക്ഷികളോട് ചേർന്ന് നമ്മുടെ കർത്താവിനെ സ്തുതിച്ച് ആരാധിച്ച് മഹത്വപ്പെടുത്തി എല്ലാം സമർപ്പിക്കാം. സർവാധിപനും സർവശക്തനുമായ കർത്താവിന്റെ അപരിമേയമായ ശക്തി നമ്മിലും നമ്മുടെ കുടുംബത്തിലും നിറയപ്പെടുന്ന സമയമാണ് ഈ സമയം. ഇസ്രായേലിന്റെ സ്തുതിയുടെ സിംഹാസനത്തിൽ വസിക്കുന്ന പരിശുദ്ധനായ ദൈവം ഈ സ്തുതിയുടെ സമയം നമ്മിലേക്കും നമ്മുടെ കുടുംബത്തിലേക്കും ഇറങ്ങി വന്ന് ആവസിക്കും, സാന്നിധ്യം ഉറപ്പിക്കും. ആ വലിയ സാന്നിധ്യം അനുഭവിച്ചുകൊണ്ട് കണ്ട് അനുഭവിച്ച് ഈശോയെ ആരാധിച്ച് സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന, ആരാധന. കർത്താവേ മഹത്വം, 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 മഹത്വം. സ്തുതിക്കുന്നു, ആരാധിക്കുന്നു, ആരാധിക്കുന്നു. ഓ ഹല്ലേലൂയ, ഹല്ലേലൂയ. ആരാധന, ആരാധന, ആരാധന. എല്ലാ മക്കളെയും സമർപ്പിച്ച്, എല്ലാ മക്കളോട് ചേർന്ന്, മാലാഖമാരോട് ചേർന്ന്, വിശുദ്ധരോട് ചേർന്ന്, രക്തസാക്ഷികളോട് ചേർന്ന് ഈ വലിയ കൂട്ടായ്മയില്, ഈ ആരാധനയില് ലോകത്തിന്റെ നാനാഭാഗങ്ങളിലായിരിക്കുന്ന എല്ലാ മക്കളോട് ചേർന്ന് ഈശോയെ ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു, നന്ദി പറയുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ആരാധന, ആരാധന, ആരാധന. മഹത്വം, 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 മഹത്വം. സ്തുതി, 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 സ്തുതി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആരാധന, ആരാധന, ആരാധന. ഈശോയെ നന്ദി, ഈശോയെ സ്തുതി, ഈശോയെ ആരാധന, ഈശോയെ മഹത്വം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആരാധന, 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 ആരാധന. ഈശോയെ നന്ദി, ഈശോയെ സ്തുതി, ഈശോയെ ആരാധന, ഈശോയെ മഹത്വം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ ദിവ്യകാരുണ്യമേ എന്റെ പൊന്നേശുനാഥ വന്നു വാണിടുമോ എന്റെ ഹൃദയത്തിനുള്ളിൽ സ്നേഹകൂദാശയായി തീർന്നൊരാ ദൈവസ്നേഹം ഇന്നു കാണുന്നു ഞാൻ ഈ തിരുവോസ്തിയിൽ ഇന്നു കാണുന്നു ഞാൻ ഈ തിരുവോസ്തിയിൽ. തിരുവോസ്തി രൂപനായി ജീവിക്കുന്ന കർത്താവേ, അങ്ങ് ഞങ്ങളുടെ മധ്യേ എഴുന്നള്ളി വന്നിരിക്കുമ്പോൾ ഞങ്ങളുടെ ജീവിതങ്ങളെ മുഴുവനായിട്ടും അങ്ങയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുവാൻ ഞങ്ങൾക്ക് അങ്ങ് ഇടയാക്കണമേ. ഞങ്ങളെ ഓരോരുത്തരെയും കർത്താവേ, ലോകം മുഴുവനെയും, എല്ലാ ക്രൈസ്തവ കുടുംബങ്ങളെയും, എല്ലാ യുവമക്കളെയും, എല്ലാ കുടുംബാംഗങ്ങളെയും, മാതാപിതാക്കളെയും, ഭാര്യ ഭർത്താക്കന്മാരെയും, വാർദ്ധക്യത്തിലായിരിക്കുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ട മാതാപിതാക്കളെയും, കാരണവന്മാരെയും, മരിച്ചുപോയ ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെയും ഈശോയെ അങ്ങേ തിരുസന്നിധിയിൽ ഞങ്ങൾ സമർപ്പിക്കുന്നു. ഞങ്ങളായിരിക്കുന്ന ജീവിത മേഖലകള്, സാമ്പത്തിക മേഖലകള്, ജോലി മേഖലകള്, ഞങ്ങളുടെ പഠനം, ഞങ്ങളുടെ മക്കൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങള്, പ്രതിസന്ധികള്, ഞങ്ങളെ മക്കൾ നശിപ്പിക്കാൻ ശ്രമിക്കുന്ന പൈശാചിക ശക്തികള്, ആഭിചാര്യത്തിന്റെ, മന്ത്രവാദത്തിന്റെ, ഹലാലിന്റെ, ലവ് ജിഹാദിന്റെ, ഇസ്ലാമിക ജിന്നിന്റെ ഒത്തിരി പൈശാചിക ശക്തികള് കർത്താവേ, ഈ ഞങ്ങളുടെ കുടുംബങ്ങളെ, ഞങ്ങളുടെ മക്കളെ, പഠനത്തെ, ബിസിനസിനെ, സാമ്പത്തിക മേഖലകളെ ഒത്തിരി തകർക്കുമ്പോൾ ഈശോയെ അങ്ങ് ഞങ്ങൾക്ക് വേണ്ടി അങ്ങ് പറഞ്ഞ പോലെ യുദ്ധം ചെയ്യാൻ ഞങ്ങളുടെ കൂടെ വേണം. അങ്ങ് ഞങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യണമേ. ഞങ്ങളുടെ ജീവിതത്തിന്റെ, പൗരോഹിത്യത്തിന്റെ, സഭയുടെ, കുടുംബങ്ങളുടെ, മക്കളുടെ പഠനത്തിന്റെ, ജീവിതത്തിന്റെ എല്ലാ യുദ്ധം കർത്താവേ, ഈ ശപിക്കപ്പെട്ട മണ്ണില്, ജഡമായി പോയ ശരീരത്തില്, സാത്താന്റെ പിടിയിലമർന്നു പോയ ഈ ലോകത്തില് ഈശോയെ അങ്ങയുടെ മക്കൾക്ക് വേണ്ടി അങ്ങ് യുദ്ധം ചെയ്യുന്നില്ലെങ്കിൽ ഞങ്ങൾ തോറ്റ് ആകപ്പാടെ തകർന്നു പോകും. ഇതാ കർത്താവേ, ഞങ്ങൾ തോൽക്കുന്നു, ഞങ്ങളുടെ കുടുംബങ്ങൾ തോൽക്കുന്നു, പൗരോഹിത്യം തോൽക്കുന്നു, സഭ തോൽക്കുന്നു. കർത്താവേ,
അങ്ങയുടെ വലിയ കരുണയ്ക്കായി ഞങ്ങൾ യാചിക്കുകയാണ്. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഈശോയെ അറിഞ്ഞ്, ഈശോയെ സ്നേഹിച്ച്, ഈശോയെ ചേർത്ത് പിടിച്ച്, ഈശോയാൽ നയിക്കപ്പെടുന്ന ഒരു ജീവിതമായി മാറണം നമ്മുടെ ജീവിതങ്ങൾ. അതിസ്വാഭാവികമായ കൃപകള്, കുദാശയിലൂടെ ഈശോ നമുക്ക് നൽകുന്ന ജീവന്റെ സമൃദ്ധി, കൃപാവരം എല്ലാം നമ്മിൽ നിറയപ്പെടണം. ഈശോയെ സ്വന്തമാക്കുക, ഈശോയെ സ്വീകരിക്കുക, ഈശോയെ ഏറ്റുപറയുക. ഈശോയാകുന്ന ഏകരക്ഷകനെ ഏറ്റുപറഞ്ഞ് വിശ്വസിച്ച് സ്വീകരിക്കലാണ് രക്ഷ. എന്നാൽ ഇന്ന് ഈശോയെ അറിയാത്ത ക്രിസ്ത്യാനികളാണ് ഭൂരിഭാഗം പേരും. ഈശോയെ അറിയാത്ത വൈദികര്, ഈശോയെ അറിയാത്ത സന്യസ്തര്, ഈശോയെ അറിയാത്ത അധികാരികള്, ഈശോയെ അറിയാത്ത ക്രിസ്ത്യാനികള്, ഈശോയെ അറിയാത്ത യുവമക്കള്, ഈശോയെ അറിയാത്ത കുഞ്ഞുമക്കള് ഇന്ന് ക്രൈസ്തവ ജീവിതത്തില് ഏറിക്കൊണ്ടിരിക്കും. ഈശോയെ, അങ്ങയുടെ വലിയ സ്നേഹം, അങ്ങയുടെ വലിയ കരുണ, അങ്ങ് ഞങ്ങൾക്ക് വേണ്ടി ഒരുക്കിയ രക്ഷ, കുരിശിൽ പൂർത്തീകരിച്ച രക്ഷാകര പ്രവൃത്തി, പാപശാപ പൈശാചിക ബന്ധനങ്ങളെ നിർവീര്യമാക്കി അതിന്റെ മേൽ വിജയം വരിച്ച് അങ്ങ് ഞങ്ങൾക്ക് നേടിത്തന്ന ആ വലിയ രക്ഷ അങ്ങയിലൂടെ അല്ലാതെ ഈ ലോകത്തിൽ മറ്റാരിലൂടെയും മറ്റൊന്നിലൂടെയും സ്വന്തമാക്കാൻ ഞങ്ങൾക്കാർക്കുമാകില്ലല്ലോ. ആ സ്നേഹത്തെ, ആ രക്ഷയെ, ആ യേശുവെ, അങ്ങയെ സ്വന്തമാക്കുവാൻ, അറിഞ്ഞ് സ്വന്തമാക്കുവാൻ ഞങ്ങൾക്കിടയാകട്ടെ. അതിനെല്ലാം വേണ്ടി പ്രിയപ്പെട്ട മക്കളെ, നമുക്ക് നമ്മയെ സമർപ്പിക്കാം. നമുക്കും ഈശോയെ അറിയണം. നമുക്ക് പലപ്പോഴും ഈശോയെ അറിയത്തില്ലാത്ത അവസ്ഥ നമുക്കുമുണ്ട് മക്കളെ. ഈ അവസ്ഥകളെ തിരിച്ചറിഞ്ഞ് ഈശോയെ അറിയാനും, അങ്ങയെ സ്വീകരിക്കുവാനും, അങ്ങയെ ചേർത്ത് പിടിക്കാനും, അങ്ങയുടെ കൃപയാൽ നിറയപ്പെടുവാനും ഈശോയെ ഞങ്ങൾക്ക് ഭാഗ്യമരുളണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈശോയെ നമ്മുടെ ജീവിതത്തിലേക്ക് വിളിക്കാം. നമ്മുടെ കുടുംബങ്ങളിലേക്ക് ഈശോയെ വിളിക്കാം. നമ്മുടെ ജീവിത സാഹചര്യങ്ങളിലേക്ക്, അവസ്ഥകളിലേക്ക് ഈശോയെ നമുക്ക് വിളിക്കാം. കർത്താവിന്റെ വലിയ സാന്നിധ്യം നമ്മിൽ നിറയട്ടെ. നാഥാവരേണമേ, എന്നിൽ നിറയണമേ. നാഥാവരേണമേ, എന്നിൽ നിറയണമേ. എൻ ജീവിത ദുഃഖങ്ങൾ തിരുക്കൈകളിലേക്കിടുന്നു. എൻ ജീവിത ദുഃഖങ്ങൾ എല്ലാം സമർപ്പിച്ച് തിരുക്കൈകളിലേക്കിടുന്നു. എന്റെ രോഗവും എന്റെ വേദനയും തിരുപാദത്തിലർപ്പിക്കുന്നു. എന്റെ രോഗവും എന്റെ വേദനയും തിരുപാദത്തിലർപ്പിക്കുന്നു. നാഥാവരേണമേ, സൗഖ്യം സൗഖ്യം തരേണമേ. വിളിച്ച് പ്രാർത്ഥിക്കും മക്കളെ. നാഥാവരേണമേ, സൗഖ്യം തരേണമേ. കർത്താവേ, ഞങ്ങളുടെ രോഗങ്ങളെ സമർപ്പിക്കുന്നു. അങ്ങ് വന്ന് ഞങ്ങൾക്ക് സൗഖ്യം തരണം. ഞങ്ങളുടെ ആകുലതകള്, ഞങ്ങളുടെ ഭീതി, ഉത്കണ്ഠകള്, തകർച്ചകള്, തടസ്സങ്ങള്, പൈശാചിക പീഡകള് അങ്ങേ തിരുമുമ്പിലേക്ക് സമർപ്പിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങ് വരണം, ഞങ്ങൾക്ക് വിമോചനം തരണം, ഞങ്ങൾക്ക് വലിയ സൗഖ്യം തരണം. എല്ലാ കെട്ടുകളും അങ്ങ് പൊട്ടിക്കണം, എല്ലാ ബന്ധനങ്ങളും അങ്ങ് തകർക്കണം, സാത്താന്റെ ആധിപത്യങ്ങളെ അങ്ങ് നിർവീര്യമാക്കണം. ഞങ്ങൾ ബലഹീനരാണ് കർത്താവേ, ഞങ്ങൾ പാപികളാണ് കർത്താവേ, ഈ ലോകാരൂപിക്ക് അടിമപ്പെട്ടു പോയവരാണ് ഞങ്ങൾ. ഉപേക്ഷിക്കാൻ പറ്റാത്ത പാപങ്ങളും, വിട്ടുപേക്ഷിക്കാൻ പറ്റാത്ത ചില സ്വഭാവങ്ങളും, വിട്ടുപേക്ഷിക്കാൻ പറ്റാത്ത പല ബന്ധനങ്ങളും, ഞങ്ങൾ ആഗ്രഹിച്ചിട്ടും മുന്നേറാൻ പറ്റാത്ത വിധമുള്ള ചില പൈശാചിക ശക്തികളും ഞങ്ങളുടെ നാശം ആഗ്രഹിച്ചുകൊണ്ട് ഞങ്ങൾക്കെതിരെ പ്രവർത്തിക്കുന്ന, അല്ലെങ്കിൽ ഞങ്ങൾക്കെതിരെ പ്രവർത്തിച്ചിരിക്കുന്ന എല്ലാ ശക്തികളും സ്വയം
എല്ലാം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ വലിയ കൃപയാലും അങ്ങയുടെ വലിയ ശക്തിയാലും അങ്ങയുടെ കരബലത്താലും കർത്താവേ, അങ്ങയുടെ മക്കളായി ഞങ്ങളുടെ ജീവിതത്തില് അവിടെ ഇടപെടണമേ. അത്ഭുതങ്ങളും അടയാളങ്ങളും വീണ്ടും പ്രവർത്തിച്ച് കർത്താവേ, അങ്ങയുടെ കരബലം ഞങ്ങളുടെ കുടുംബത്തില്, ജീവിതത്തില്, ശരീരത്തില്, പൗരോഹിത്യത്തില്, കാർമൽ ധ്യാന കേന്ദ്രത്തില്, ഞങ്ങളുടെ ജോലി മേഖലകളില്, ബിസിനസ് സ്ഥാപനങ്ങളില്, ഉപജീവന മാർഗങ്ങളില്, ഞങ്ങളുടെ കടകളില്, കർത്താവേ, ഞങ്ങളുടെ മക്കളുടെ പഠനത്തില് അങ്ങയുടെ കരബലത്തിന്റെ ശക്തി അങ്ങ് പ്രകടമാക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കർത്താവേ, ഞങ്ങൾ എല്ലാവരെയും സമർപ്പിക്കുന്നു. ഇപ്പോൾ ഈ ആരാധനായിരിക്കുന്ന എല്ലാ മക്കളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവ്, ഈ മക്കളെ ഏതെല്ലാം പ്രാർത്ഥനകളും നിയോഗങ്ങളുമാണോ കണ്ണുനീരോടെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നത്, ആ നിയോഗങ്ങളുടെയും പ്രാർത്ഥനകളുടെ മേൽ അങ്ങയുടെ കരബലത്തിന്റെ ശക്തി, ആർക്കും തുറക്കാൻ പറ്റാത്ത വിധം അടയ്ക്കുന്ന ശക്തി, ആർക്കും അടയ്ക്കാൻ പറ്റാത്ത വിധം തുറക്കുന്ന ശക്തി, ജീവന്റെ സമൃദ്ധിയുടെ ശക്തി, കൃപാവരത്തിന്റെ ശക്തി, സാത്താനെ ബഹിഷ്കരിച്ച ശക്തി, കാറ്റിനെ അടക്കിയ ശക്തി, കടലിനെ ശാന്തമാക്കിയ ശക്തി, 5 അപ്പം കൊണ്ട് 5000 പേർക്ക് കൊടുത്ത ശക്തി ഇപ്പോൾ തന്നെ ഈശോയെ, അങ്ങയുടെ മക്കളിലേക്ക്, ഞങ്ങളുടെ നിയോഗങ്ങളിലേക്ക്, ഞങ്ങളുടെ കുടുംബങ്ങളിലേക്ക്, ഞങ്ങളുടെ പ്രാർത്ഥനാ സഹായം ആവശ്യപ്പെട്ടിട്ടുള്ള മക്കളിലേക്ക്, ഇപ്പോൾ രോഗാവസ്ഥയിൽ കഴിയുന്ന മക്കളിലേക്ക്, വാർദ്ധക്യത്തിൽ കഴിയുന്ന മക്കളിലേക്ക്, മരണാസന്നയിൽ കഴിയുന്ന മക്കളിലേക്ക്, വഴിപിഴച്ചു പോയ മക്കളിലേക്ക്, അടിമപ്പെട്ടു പോയ മക്കളിലേക്ക്, ഒത്തിരി വഴിതെറ്റിപ്പോയി സാത്താനെ ആരാധിച്ച് അവന്റെ അടിമകളായി പോയ മക്കളിലേക്ക് ഈശോയേ, അങ്ങയുടെ വലിയ ശക്തി, അങ്ങയുടെ കരബലത്തിന്റെ ശക്തി പ്രകടമാക്കണമേ എന്ന് വലിദാഹത്തോടെ പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മുടെ കരങ്ങൾ കർത്താവിലേക്ക് ഉയർത്തി പിതാവായ ദൈവത്തിന്റെ വലിയ വാഗ്ദാനവും വലിയ അനുഗ്രഹമായ സമ്മാനമായ രക്ഷാകരമായ കർത്താവായ യേശുവിന്റെ കരുണയിലേക്ക് നമ്മെല്ലാം സമർപ്പിച്ചുകൊണ്ട് ഇരു കരങ്ങളും ഉയർത്തി യേശുവിനെ സ്വീകരിച്ച് യേശുവിനെ സ്വന്തമാക്കി യേശുവിന്റെ സാന്നിധ്യത്താൽ അനുഗ്രഹിക്കപ്പെടാൻ പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് സ്തുതിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന. മഹത്വം കർത്താവേ, മഹത്വം. സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആരാധന, ആരാധന. മഹത്വം കർത്താവേ, അങ്ങയുടെ മക്കളിലേക്ക്, എന്റെ കുടുംബത്തിലേക്ക്, എന്റെ ശരീരത്തിലേക്ക്, എന്റെ പൗരോഹിത്യത്തിലേക്ക്, ഞാനുമായിട്ട് ബന്ധപ്പെട്ട മക്കളിലേക്ക്, യേശുവേ, ഈ പ്രാർത്ഥനയായിരിക്കുന്ന മക്കളിലേക്ക്, ഈ ആരെയോടെ ബന്ധപ്പെട്ട എല്ലാ മക്കളിലേക്കും മേഖലകളിലേക്കും അങ്ങയുടെ ശക്തി, കരബലത്തിന്റെ ശക്തി പ്രകടമാകട്ടെ, 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 പ്രകടമാകട്ടെ. അത്ഭുതങ്ങളും അടയാളങ്ങളും വീണ്ടും പ്രവർത്തിച്ച് കർത്താവേ, അങ്ങയുടെ കരബലം പ്രകടമാക്കണമേ. യേശുവേ, ഈശോ, ആരാധന, ആരാധന, ആരാധന. മഹത്വം, മഹത്വം, മഹത്വം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആരാധന, ആരാധന, ആരാധന. യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ നന്ദി. കർത്താവിന്റെ കരബലം പൂർണ്ണമായി വെളിപ്പെടും, അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ. കർത്താവിന്റെ കരബലം പൂർണ്ണമായി വെളിപ്പെടും, അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ. കർത്താവിന്റെ കരബലം പൂർണ്ണമായി വെളിപ്പെടും, അടയാളങ്ങൾ സംഭവിക്കട്ടെ. കർത്താവിന്റെ കരബലം പൂർണ്ണമായി വെളിപ്പെടും, അടയാളങ്ങൾ സംഭവിക്കട്ടെ. ഇന്നിവിടെ ഈ നിമിഷം ദൈവശക്തി വെളിപ്പെടട്ടെ. ഇന്നിവിടെ ഈ നിമിഷം ദൈവശക്തി വെളിപ്പെടട്ടെ. ഇന്നും ജീവിക്കുന്ന യേശുവിന്റെ സാന്നിധ്യത്തെ ജനതകൾ കണ്ടിടട്ടെ. ആമേൻ. ഇന്നും ജീവിക്കുന്ന യേശുവിന്റെ സാന്നിധ്യത്തിന്റെ ശക്തി ജനതകൾ കണ്ടിടട്ടെ. ഇന്നിവിടെ ഈ നിമിഷം ദൈവശക്തി വെളിപ്പെടട്ടെ. ആമേൻ, ആമേൻ, ആമേൻ. ഇന്നിവിടെ ഈ നിമിഷം
ദൈവശക്തി വെളിപ്പെടട്ടെ. ഇന്നും ജീവിക്കുന്ന യേശുവിന്റെ സാന്നിധ്യത്തെ ഓ, ജനതകൾ കണ്ടിടട്ടെ. അതേ കർത്താവേ, ഇന്നും ജീവിക്കുന്ന യേശുവിന്റെ സാന്നിധ്യത്തെ ജനതകൾ കണ്ടിടട്ടെ. കർത്താവേ, ഞങ്ങളുടെ കുടുംബങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ കുടുംബത്തിലുള്ള എല്ലാ പ്രശ്നങ്ങളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥനാ സഹായം ആവശ്യപ്പെട്ടിട്ടുള്ള എല്ലാ കുടുംബങ്ങളെയും സമർപ്പിക്കുന്നു. കുടുംബസമാധാനം നഷ്ടപ്പെട്ടു പോയ മക്കൾ, വിവാഹ ജീവിതത്തില് അവിഹിത ബന്ധത്തിലും അവിശ്വസ്തതയിലും കഴിയുന്ന മക്കൾ, സ്വന്തം ഭാര്യയെ സ്നേഹിക്കാത്ത ഭർത്താക്കന്മാര്, ഭർത്താവിനെ സ്നേഹിക്കാതെ മറ്റു ബന്ധത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന ഭാര്യമാര്, അതിൽ വേദനിക്കുന്ന മക്കള്, വേർപിരിയാൻ വേണ്ടി കാത്തിരിക്കുന്ന വിധം അകന്നുപോയ ബന്ധങ്ങള്, കർത്താവേ, ഞങ്ങളുടെ കുടുംബങ്ങളെ സമർപ്പിക്കുന്നു. ഉദാശ ജീവിതമില്ലാത്ത കുടുംബങ്ങള്, കുടുംബാംഗങ്ങള്, കുടുംബ പ്രാർത്ഥനയില്ലാത്ത കുടുംബങ്ങള്, അങ്ങയിലൂടെ അല്ലാതെ രക്ഷപ്രാപിക്കാൻ പറ്റില്ല എന്ന അവസ്ഥയിലും അങ്ങയെ സ്വീകരിക്കാതെ അങ്ങയോട് ബന്ധമില്ലാതെ ജീവിക്കുന്ന കുടുംബങ്ങൾ, വാശയിലും വൈരാഗ്യത്തിലും വെറുപ്പിലും ഭിന്നതയിലും തന്നിട്ട് സ്വഭാവത്തിലും കുറ്റം പറഞ്ഞും കർത്താവെ കഴിയുന്ന കുടുംബാംഗങ്ങൾ, വാർദ്ധക്യത്തിലായവരെ പരിചരിക്കാത്ത മക്കള്, മക്കളുടെ അവസ്ഥ മനസ്സിലാക്കാതെ നിരാശപ്പെട്ട് പിറുപിറുക്കുന്ന ശപിക്കുന്ന പ്രാകുന്ന മാതാപിതാക്കൾ, ഏകാന്തതയിൽ പെട്ടുപോയ വാർദ്ധക്യങ്ങൾ, സ്വയ എല്ലാ മക്കളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. മാതാപിതാക്കൾ അനുസരിക്കാത്ത മക്കള്, മാതാപിതാക്കൾ കഷ്ടപ്പെട്ട് അധ്വാനിച്ച് ജീവിതം മുഴുവനും ഈ മക്കൾക്ക് വേണ്ടി വ്യയം ചെയ്തിട്ട് പ്രായപൂർത്തിയാകുമ്പോ അപ്പനെയും അമ്മയെയും അനുസരിക്കാതെ അവരെയൊക്കെ പരിത്യജിച്ചിട്ടുന്ന പോലെ ഇന്നലെ കണ്ടവന്റെ പിന്നാലെ, ഇന്നലെ കണ്ടവൾക്ക് വേണ്ടി എല്ലാം മറന്ന്, മാതാപിതാക്കളെ മറന്ന്, അവരിഷ്ടം മറന്ന് സ്വയം അങ്ങയെ പോലും വിട്ടുപേക്ഷിച്ച് അന്യമതസ്ഥരുമായിട്ടും മറ്റു പൈശാചിക ബന്ധത്തിൽ കുടുങ്ങിപ്പോയി ഇറങ്ങിപ്പോകുന്ന മക്കള്, പഠന മേഖലയിൽ താല്പര്യമില്ലാതെ മൊബൈലിൽ അടിമപ്പെട്ടു പോയ മക്കള്, കഞ്ചാവിനും ലഹരിക്കും പൈശാചികമായ ലഹരി പദാർത്ഥങ്ങൾക്കും അടിമപ്പെട്ടു പോകുന്ന മക്കൾ, കർത്താവേ, അതൊരു വശത്ത് ആണെങ്കിൽ മറുവശത്ത് ഞങ്ങളുടെ മക്കളെ വശീകരിക്കുന്ന ഒത്തിരിയേറെ ലൗജികാത് പോലുള്ള വശീകരണ യന്ത്രങ്ങളും ശക്തികളും കൊണ്ട് മക്കളെ വഴിപ്പിഴപ്പിക്കുന്ന അനേകം അനുഭവങ്ങൾ, കർത്താവേ, ഞങ്ങളുടെ മക്കളെ കൊണ്ടുപോയി പല ഇടങ്ങളിൽ താമസിപ്പിച്ച് പാപത്തിന്റെ പൈശാചിക ബന്ധനത്തില് കർത്താവെ മതം മാറ്റിയും മറ്റു പൈശാചികമായ വശീകരണങ്ങൾ അടിമപ്പെടുത്തി ഇല്ലാതാക്കുന്ന, നശിപ്പിച്ച് കളയുന്ന പൈശാചിക അവസ്ഥകൾ, കർത്താവ് ഞങ്ങളുടെ മക്കളെ സമർപ്പിക്കുന്നു. ഒത്തിരി പ്രതിസന്ധികള് സിനിമയിലൂടെ, മാധ്യമങ്ങളിലൂടെ, ഫേസ്ബുക്കിലൂടെ, ഇൻസ്റ്റാഗ്രാമിലൂടെ, വാട്സപ്പിലൂടെ, മറ്റു പല മാധ്യമങ്ങളിലൂടെ പാപത്തിന്റെ ശക്തികൾ, വശീകരണ ശക്തികൾ, ഒത്തിരിയേറെ ധാർമ്മികതയില്ലാത്ത, വിശുദ്ധിയില്ലാത്ത അവസ്ഥകളിലേക്ക് നയിക്കുന്ന ഒത്തിരിയേറെ മാതൃകകൾ കൊണ്ട് നിറയപ്പെട്ട അനേകം മക്കളുടെ അഭിനയങ്ങളും സീരിയലുകളും ഷോർട്സുകളും സിനിമകളും ഒത്തിരിയേറെ ഞങ്ങളുടെ മക്കൾ നശിപ്പിച്ച് അങ്ങിൽ നകറ്റി നശിപ്പിച്ച് പിശാചിന്റെ സ്വന്തമാക്കുമ്പോ ഞങ്ങളുടെ കുടുംബങ്ങളെ മക്കളെല്ലാം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ലോകത്തിന്റെ സിനിമ കണ്ട്, ലോകത്തിന്റെ മീഡിയയിലൂടെ കർത്താവെ ഷോർട്സുകളും ഷോർട്ട് ഫിലിമും അതോടൊപ്പം തന്നെ പല പല വശീകരണ ശക്തികളിലേക്ക് നയിക്കുന്ന മാധ്യമങ്ങളിലൂടെയൊക്കെ ഞങ്ങളുടെ മക്കൾ വഴിതെറ്റി പോകാതിരിക്കാൻ ദൈവിക ജ്ഞാനം കൊണ്ട്, ആത്മാവിന്റെ ശക്തി കൊണ്ട് ഞങ്ങളെയും ഞങ്ങളുടെ മക്കളെയും നിറയ്ക്കണമേ കർത്താവെ. ലോകാരൂപിക്ക് അടിമപ്പെട്ട് ലോകത്തിന്റെ സൗന്ദര്യം, ലോകത്തിന്റെ ആരോഗ്യം, ലോകത്തിന്റെ സൗന്ദര്യവർദ്ധക വസ്തുക്കള്, നശിച്ചു പോകുന്ന ക്ഷണികമായ ഒത്തിരിയേറെ പൈശാചികതകൾക്ക് അടിമപ്പെടുത്തുന്ന വസ്ത്രധാരണങ്ങള്, മോഡേൺ സ്റ്റൈലുകള് ഞങ്ങളുടെ മക്കളെ കീഴടക്കി നശിപ്പിക്കുമ്പോ യേശുവേ, യഥാർത്ഥമായ ദൈവമക്കളുടെ ചൈതന്യം മനസ്സിലാക്കി ലോകത്തെ വെറുത്ത് ലോകത്തിന്റെ അരൂപിയുടെ പ്രവൃത്തികളെയും എല്ലാ ശീലങ്ങളെയും എല്ലാ സ്റ്റൈലുകളെയും വിട്ടുപേക്ഷിച്ച്, ബന്ധങ്ങളെ വിട്ടുപേക്ഷിച്ച് യഥാർത്ഥമായ എളിമയിലും വിശുദ്ധിയിലും ദൈവിക ചൈതന്യത്തിൽ ഞങ്ങളുടെ മക്കൾ വളരുവാൻ കൃപ നൽകി അനുഗ്രഹിക്കണമേ. നമ്മുടെ മക്കൾ എല്ലാവരെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കും. മക്കളെടുത്ത് വേദനിക്കുന്ന മാതാപിതാക്കളെ, ഇന്ന് പല മക്കൾക്കും വിവാഹം വേണ്ട, മാതാപിതാക്കളുടെ വേദന മനസ്സിലാക്കാതെ തന്നിട്ട പോലെ ജീവിക്കുന്ന മക്കള്, കർത്താവിന്റെ സന്നിധിയിലേക്ക് മക്കളെ ഓർത്തുള്ള നൊമ്പരങ്ങളും ആ മക്കളെ സമർപ്പിക്കും.
കർത്താവേ, ഞങ്ങളുടെ മക്കളുടെ കാര്യത്തിൽ ഇടപെടണം. അങ്ങ് ദാനമായി തന്ന മക്കളാണ്, അങ്ങ് സ്വന്തമായി തന്ന മക്കളാണ്, അങ്ങയുടെ മക്കളാണല്ലോ ഇവർ ഓരോരുത്തരും. ഞങ്ങളെല്ലാ യുവമക്കളെയും കുഞ്ഞുമക്കളെയും അതോടൊപ്പം തന്നെ ലോകം മുഴുവനിലുമുള്ള എല്ലാ യുവമക്കളെയും കുഞ്ഞുമക്കളെയും അങ്ങേ തിരുസന്നിധിയിലേക്ക് സമർപ്പിച്ചുകൊണ്ട് അവർക്ക് ആവശ്യമായ സംരക്ഷണം, ദൈവിക ജ്ഞാനം, വിശുദ്ധി, അതോടൊപ്പം തന്നെ കർത്താവേ പരീക്ഷാ മേഖലയിൽ വിജയം, അവരുടെ പഠന മേഖലയിലുള്ള ഒത്തിരിയേറെ കരകയറ്റം, അവർക്ക് വേണ്ട ജോലി, സമയത്ത് ജീവിതാന്തസ്സിലേക്ക് പ്രവേശിക്കാനുള്ള വലിയ ദൈവിക ശക്തി എല്ലാം നൽകി ഞങ്ങളുടെ മക്കളെ അനുഗ്രഹിക്കണമേ. കർത്താവിന്റെ സന്നിധിയിലേക്ക് ഇരു കരങ്ങളും ഉയർത്തി നമ്മുടെ മക്കൾ ആരും നശിച്ചു പോകാതെ കർത്താവെ ഞങ്ങളുടെ മക്കളെ കാത്തു സംരക്ഷിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മുടെ മക്കൾക്ക് വേണ്ടി അവരെ സമർപ്പിച്ച് കർത്താവിന്റെ സുരക്ഷിതമായ തിരുഹൃദയത്തിന് നമ്മുടെ മക്കളെ പ്രതിഷ്ഠിച്ചുകൊണ്ട് നമുക്ക് നന്ദിയോടെ സ്തുതിച്ച് മക്കൾക്ക് വേണ്ടി സ്തുതിച്ച് ആരാധിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, ഞങ്ങളുടെ മക്കളെ തിരുഹൃദയത്തിലേക്ക് പ്രതിഷ്ഠിക്കുന്നു. ഞങ്ങളുടെ മക്കളാരും നശിച്ചു പോകാതിരിക്കട്ടെ. കർത്താവ്, ഞങ്ങളുടെ മക്കൾ സാത്താന്റെ പിടിയിൽ നിന്ന് സുരക്ഷിതരായിരിക്കട്ടെ. തിരുരക്തം കൊണ്ട് കോട്ട കെട്ടണമേ, തിരുമുറിവിലേക്ക് ചേർത്ത് പിടിക്കണമേ. ഞങ്ങളുടെ മക്കളെ നശിപ്പിക്കാൻ ശ്രമിക്കുന്ന വൈശാചിക ശക്തികളെ യേശുനാമത്തില് ബന്ധിച്ച് ബഹിഷ്കരിച്ച് കർത്താവിന്റെ കുരിശുചുവട്ടിൽ സമർപ്പിക്കുന്നു. നിർവീര്യമായി പോകട്ടെ. ഞങ്ങളുടെ മക്കളെ നശിപ്പിക്കുന്ന അരൂപികൾ, ദുരാത്മ ദുർഭൂതങ്ങൾ യേശുവിന്റെ നാമത്തിൽ ഇന്ന് പ്രത്യേകമാവിധം ബന്ധിച്ച് ബഹിഷ്കരിച്ച് കുരിശുചുവട്ടിൽ സമർപ്പിക്കുന്നു. ലഹരിയുടെ തെറ്റായ സ്നേഹബന്ധത്തിന്റെ വശീകരണ ശക്തികളുടെ എല്ലാ ശക്തികളും ഹലാലിലൂടെ വന്ന പൈശാചിക ശക്തികളെയും ബന്ധിച്ച് ബഹിഷ്കരിച്ച് നിർവീര്യമാക്കി ഞങ്ങൾ കുരിശുചുവട്ടിൽ സമർപ്പിക്കുന്നു. നിർവീര്യമായി പോട്ടെ. ആരാധന, ആരാധന, മഹത്വം, മഹത്വം. സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആരാധന, 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 ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ നന്ദി, ഈശോയെ നന്ദി കർത്താവേ, ഈശോയെ കർത്താവേ. ബന്ധനമെല്ലാം അഴിയട്ടെ, കെട്ടുകളെല്ലാം പൊട്ടട്ടെ, യേശുവിന്റെ തിരുരക്തത്താൽ സാത്താൻ കോട്ടകൾ തകരട്ടെ. ബന്ധനമെല്ലാം അഴിയട്ടെ, കെട്ടുകളെല്ലാം പൊട്ടട്ടെ, യേശുവിന്റെ തിരുരക്തത്താൽ സാത്താൻ കോട്ടകൾ തകരട്ടെ. കർത്താവേ, ഞങ്ങളുടെ ജീവിതങ്ങളെ, ഞങ്ങളുടെ കുടുംബങ്ങളെ, ഞങ്ങളുടെ മക്കളെ, ഞങ്ങളുടെ സഭയെ, പൗരോഹിത്യത്തെ, സഭാധികാരികളെ നശിപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ട് ബുദ്ധിയിലും മനസ്സിലും ചിന്തയിലും വികാരങ്ങളിലും ആസക്തികളിലും ഞങ്ങളുടെ ശരീരത്തിൽ പോലും ആധിപത്യം ഉറപ്പിച്ച് ഞങ്ങളുടെ പാപങ്ങളിലൂടെ, അകൃത്യങ്ങളിലൂടെ, പ്രമാണ ലംഘനങ്ങളിലൂടെ ഞങ്ങളുടെ മേലും, ഞങ്ങളുടെ കുടുംബത്തിന്റെ മേലും, സഭയുടെ മേലും, വൈദികരുടെ മേലും, സന്യസ്തരുടെ മേലും, യുവമക്കളുടെ മേലും, കുടുംബജീവിതത്തിലായിരിക്കുന്ന ഓരോ മക്കളുടെ മേലും ആധിപത്യം ഉറപ്പിച്ച് ഇന്ന് നശിപ്പിച്ച് തകർത്ത് തോൽപ്പിച്ച് ഒത്തിരി അടിമപ്പെടുത്തി ബന്ധിച്ച് കെട്ടിപ്പൊട്ടി വച്ചിരിക്കുന്ന സാത്താന്റെ എല്ലാ ആധിപത്യങ്ങളെയും എല്ലാ ശക്തികളെയും അവന്റെ നിയമപരമായ അവകാശങ്ങളെയും യേശുവേ അങ്ങയുടെ കുരിശുമരണത്തിന്റെ ശക്തിയാൽ നിർവീര്യമാക്കി അവസാനിപ്പിച്ച് എല്ലാ മക്കളെയും, ഞങ്ങളുടെ കുടുംബങ്ങളെയും ജീവിതങ്ങളെയും സകലമാന മക്കളെയും അങ്ങയുടെ തിരുരക്തത്താൽ അങ്ങയുടെ കുരിശുമരണ ശക്തിയാൽ വിടുവിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ബന്ധനമെല്ലാം അഴിയട്ടെ, കെട്ടുകളെല്ലാം പൊട്ടട്ടെ, യേശുവിന്റെ തിരുരക്തത്താൽ സാത്താൻ കോട്ടകൾ തകരട്ടെ. ബന്ധനമെല്ലാം അഴിയട്ടെ, കെട്ടുകളെല്ലാം പൊട്ടട്ടെ, യേശുവിന്റെ തിരുരക്തത്താൽ സാത്താൻ കോട്ടകൾ തകരട്ടെ. അഭിചാര്യത്തിന്റെ, മന്ത്രവാദത്തിന്റെ ലോകം മുഴുവനും ഹലാൽ ഭക്ഷണത്തിലൂടെ പൈശാചിക ശക്തി ലോകം മുഴുവനും അവർ പ്രഭവിപ്പിച്ചുകൊണ്ട് അനേക മക്കളെ, ജീവിതങ്ങളെ നശിപ്പിച്ചിരിക്കുന്ന അവസ്ഥ. അതോടൊപ്പം തന്നെ ആഭിചാര്യം, ജിന്നിന്റെ ശക്തി കർത്താവെ പല മേഖലകളിലൂടെ, പല അവസ്ഥകളിലൂടെ, പ്രവൃത്തികളിലൂടെ ഞങ്ങളുടെ മക്കളെ നശിപ്പിച്ചിരിക്കുന്ന അവസ്ഥ. പാർട്ട്ണർഷിപ്പ് കൂടി അങ്ങനെ നശിച്ചു പോയ, തകർന്നുപോയ അനേക മക്കൾ ആഭിചാര പ്രവൃത്തിയിലൂടെ ഞങ്ങളുടെ മക്കളെ, നമ്മുടെ കുടുംബങ്ങളെ
ബിസിനസ്സിനെ, സാമ്പത്തിക മേഖലകളെ, സഭയെ പോലും പൗരോഹിത്യത്തെ പോലും നശിപ്പിക്കുന്ന പൈശാചിക പ്രവൃത്തികൾ ഇന്ന് കർത്താവേ അതിശക്തമാണ്. പല സംഭവങ്ങൾ ഞങ്ങൾ കേൾക്കുന്നു, പച്ചയായ യാഥാർത്ഥ്യങ്ങൾ ഞങ്ങൾ മനസ്സിലാക്കുന്നു. ഈശോയെ, ഞങ്ങൾ അതിനനുസരിച്ച് അങ്ങയിലേക്ക് കൂടുതൽ അടുക്കട്ടെ, അങ്ങയെ ചേർത്ത് പിടിക്കട്ടെ. അങ്ങയുടെ കുരിശുമരണ ശക്തി ഞങ്ങൾ അവകാശപ്പെട്ട് സ്വീകരിക്കട്ടെ. കൂദാശ ജീവിതത്തിലേക്ക് ഞങ്ങൾ കടന്നു വരട്ടെ. അങ്ങ് യുദ്ധം ചെയ്യുന്ന വിധം അങ്ങ് ഞങ്ങളുടെ ഇടയിലായിട്ട് മാറണമേ. ഈശോയെ, വലിയ വിടുതലിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. എല്ലാ മക്കൾക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു. കണ്ണീരോടെ പ്രാർത്ഥിക്കുന്ന മക്കള്, തോറ്റുകൊണ്ടിരിക്കുന്ന ക്രൈസ്തവ മക്കള്, ലോകം മുഴുവനും അങ്ങേ വിട്ടുപേക്ഷിച്ചതിന്റെ അനന്തര ഫലം അനുഭവിക്കുന്നു. അങ്ങേക്കെതിരായ വചനത്തിനെതിരായ നിയമങ്ങൾ പാസാക്കി ലോകരാജ്യങ്ങൾ, ഇവർ കത്തോലിക്ക സഭയിൽ പോലും സോദോം ഗൊമോറയിൽ സംഭവിച്ച ആ പൈശാചിക ശക്തിയുടെ ആ ശിക്ഷ വിളിച്ചു വരുത്തും വിധം വേണ്ടാത്ത നിയമങ്ങളും ആശീർവാദങ്ങളും കൊണ്ട് സഭ പോലും നശിച്ചിരിക്കുന്നു. വചന ലംഘനങ്ങള്, പ്രമാണ ലംഘനങ്ങള്. സ്വയേ അങ്ങയുടെ വലിയ സാന്നിധ്യം നിറയ്ക്കണമേ, അങ്ങയുടെ ശക്തി പ്രകടമാക്കണമേ. സാത്താൻ കയറി വരുന്ന ഇടങ്ങളായിട്ട് മാറിയിരിക്കുന്നു ഞങ്ങളുടെ കുടുംബങ്ങള്. മദ്യപാനം സാത്താൻ കയറും, തെറ്റായ തീരുമാനങ്ങള് സാത്താൻ ഏറ്റെടുക്കും. സഭയിലും കുടുംബത്തിലും രാജ്യങ്ങളിലും ഇന്ന് സാത്താന്റെ ശക്തി കടന്നു വരുവാൻ അങ്ങേ വിട്ടുപേക്ഷിച്ചു. അങ്ങയോട് കൂടെ ജീവിക്കാത്ത ജീവിതം പിശാചിന്റെ കൂടെയാണ്. പ്രകാശത്തിലല്ലാത്ത ജീവിതം അന്ധകാരത്തിലായിരിക്കുന്നത് പോലെ അങ്ങയിലില്ലാത്ത ജീവിതം പിശാചിന്റെ അടിമത്തത്തിലാണല്ലോ കർത്താവേ. ഈശോയെ, ഞങ്ങളുടെ കുടുംബങ്ങളിലേക്ക്, ഞങ്ങളുടെ അധികാരികളിലേക്ക്, സഭയുടെ സമസ്ത മേഖലകളിലേക്കും, സന്യാസ ജീവിതത്തിലേക്കും, ശുശ്രൂഷാ മേഖലകളിലേക്കും, ഞങ്ങളുടെ വ്യക്തി ജീവിതങ്ങളിലേക്കും അങ്ങയുടെ വലിയ ചൈതന്യം നിറച്ച് വലിയ കൃപയാൽ, അഭിഷേകത്താൽ, ശക്തിയാൽ ഞങ്ങൾ നിറയ്ക്കണമേ. അതിൽ നിന്ന് അകറ്റുന്ന സാധാരണ ശക്തികളെ, അന്ധകാര ശക്തികളെ തകർക്കുന്ന, ബന്ധിച്ച് കെട്ടിപ്പൊട്ടി വയ്ക്കുന്ന എല്ലാ അരൂപികളെയും യേശുനാമത്തിൽ ബന്ധിച്ച് ബഹിഷ്കരിച്ച് കർത്താവിനെ കുരിശിൻ ചുവട്ടിൽ സമർപ്പിച്ചുകൊണ്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ബന്ധനമെല്ലാം അഴിയട്ടെ, കെട്ടുകളെല്ലാം പൊട്ടട്ടെ, യേശുവിന്റെ തിരുരക്തത്താൽ സാത്താൻ കോട്ടകൾ തകരട്ടെ. ബന്ധനമെല്ലാം അഴിയട്ടെ, കെട്ടുകളെല്ലാം പൊട്ടട്ടെ, യേശുവിന്റെ തിരുരക്തത്താൽ സാത്താൻ കോട്ടകൾ തകരട്ടെ. എത്ര നാശം കണ്ടിട്ടും, എത്ര ദുരന്തങ്ങൾ കണ്ടിട്ടും, എത്ര വഴിപിഴച്ച് ഇല്ലാതായി പോകുന്നത് കണ്ടിട്ടും അത് കാണാനോ മനസ്സിലാക്കാനോ പറ്റാത്ത വിധം അനേക മക്കളെ, സഭാധികാരികളെ, പൗരോഹിത്യത്തെ ഞങ്ങളെ പലപ്പോഴും സാത്താൻ കണ്ണുകെട്ടി കൊണ്ടുപോകുന്നു. കർത്താവെ, എത്രയോ സംഭവങ്ങൾ കണ്ടിട്ടും ഞങ്ങളുടെ എത്രയോ മക്കളെ ഇപ്പോഴും ലൗകികാതിൽപ്പെട്ട് വഴി നശിച്ചു പോകുന്ന കർത്താവെ, എത്രയോ സംഭവങ്ങൾ കണ്ടിട്ടും കാണാൻ പറ്റാത്ത വിധം സാത്താൻ അതിശക്തിയോടെ കണ്ണുകെട്ടിക്കൊണ്ടുപോകുന്ന മക്കൾ. സഭയിൽ പോലും ഞങ്ങളതാ കാണുന്നത്. ഇത് നാശത്തിന്റെ തീരുമാനമാണ്. ഇത് അനേകം ആത്മാക്കളെ നശിപ്പിക്കത്തേ ഉള്ളൂ. ഇത് ദൈവികമായ ഒരു ഉപകാരമില്ലാത്ത കാര്യമാണെന്ന് ഏത് കൊച്ചിനും അറിയാവുന്ന കാര്യം പോലും അധികാരികളും സഭാ നേതൃത്വവും അല്ലെങ്കിൽ വേണ്ടപ്പെട്ടവര് മനസ്സിലാക്കാൻ പറ്റാത്ത വിധം സാത്താൻ അവരൊക്കെ കണ്ണ് കെട്ടിവച്ചിരിക്കുന്ന പൈശാചിക ബന്ധനം. ഞങ്ങൾക്ക് പലപ്പോഴും അങ്ങനെയൊക്കെയാണ് ഈശോയെ. തെറ്റാണെന്ന് അറിഞ്ഞിട്ടും, നാശത്തിലേക്കാണെന്ന് അറിഞ്ഞിട്ടും കർത്താവേ, ഞങ്ങളും പലപ്പോഴും സാത്താനാൽ കണ്ണ് കെട്ടപ്പെട്ട് ഞങ്ങളും നയിക്കപ്പെടുന്നുണ്ട്. ഇത് ഭയങ്കര പൈശാചികതയാണ് മക്കൾ. ഈ മേഖലകളെ സമർപ്പിച്ചുകൊണ്ട് കണ്ണുകെട്ടി സാത്താൻ കൊണ്ടുപോകുന്ന അവസ്ഥയെ കർത്താവെ എടുത്തു മാറ്റി അങ്ങയുടെ പരിശുദ്ധാത്മാവിന് നിറവിനാല്, അങ്ങയുടെ പ്രകാശത്തിന് നിറവിനാല്, ദൈവിക ചൈതന്യ നിറവിനാല് ഞങ്ങളെയും ഞങ്ങളുടെ മക്കളെയും ഞങ്ങളുടെ സഭയെയും സഭാധികാരികളെയും സന്യാസ ജീവിതത്തെയും ഞങ്ങളുടെ ഓരോരുത്തരെയും ഞങ്ങളുടെ യുവമക്കളെയും യഥാർത്ഥമായ പ്രകാശത്തില്, യഥാർത്ഥമായ തെളിമയില്, യഥാർത്ഥമായ സത്യത്തില്, അങ്ങാകുന്ന വഴിയും സത്യവും ജീവനുമാകുന്ന ലോകത്തിന്റെ പ്രകാശമാകുന്ന അങ്ങയിൽ ജീവിക്കുവാൻ ഇടയാക്കണമേ. അതിൽ തടസ്സപ്പെടുത്തുന്ന
എല്ലാ ദുരാത്മ ദുർബോധങ്ങളെയും യേശുനാമത്തിൽ ബന്ധിച്ചുകൊണ്ട് ബഹിഷ്കരിച്ചുകൊണ്ട് നിർവീര്യമാക്കിക്കൊണ്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ബന്ധനമെല്ലാം അഴിയട്ടെ, കെട്ടുകളെല്ലാം പൊട്ടട്ടെ, യേശുവിന്റെ തിരുരക്തത്താൽ സാത്താൻ കോട്ടകൾ തകരട്ടെ. ബന്ധനമെല്ലാം അഴിയട്ടെ, കെട്ടുകളെല്ലാം പൊട്ടട്ടെ, യേശുവിന്റെ തിരുരക്തത്താൽ സാത്താൻ കോട്ടകൾ തകരട്ടെ. കർത്താവിന്റെ തിരുസന്നിധിയില് ഏറ്റവും എളിമയോടെ നമുക്ക് നമ്മെ തന്നെ സമർപ്പിക്കാം. മക്കളെ, കർത്താവിന്റെ കരുണയ്ക്ക് വേണ്ടി ഈ കരുണയുടെ മണിക്കൂറിൽ നമ്മൾ പ്രാർത്ഥിക്കണം. നമ്മുടെ മേലും ലോകം മുഴുവന്റെ മേലും കർത്താവിന്റെ കരുണ ചൊരിയപ്പെടാൻ ഏറ്റവും എളിമയോടും കണ്ണുനീരോടും വലിയ സ്നേഹത്തോടും കൂടി നമുക്ക് പ്രാർത്ഥിക്കണം. കർത്താവിന്റെ കരുണ ഈ കാലഘട്ടത്തില് അതുപോലെ നമ്മിലും നമ്മുടെ കുടുംബത്തിലും ജീവിതത്തിലും സഭയിലും ലോകം മുഴുവനിലും പ്രകടമാകുന്നില്ലെങ്കിൽ രക്ഷപ്പെടാൻ പറ്റാത്ത വിധം അന്ത്യകാലത്തിലെ ലക്ഷണങ്ങൾ നാശത്തിന്റെയും തകർച്ചയുടെയും അന്ത്യക്രിസ്തുവിന്റെയും പൈശാചിക ലക്ഷണങ്ങൾ അതിശക്തമായിട്ട് നിറഞ്ഞിരിക്കുമ്പോൾ എന്റെ പ്രിയപ്പെട്ടവരെ, കർത്താവിനെ വിളിച്ചപേക്ഷിക്കണം. ദൈവമക്കളായി നാം ഓരോരുത്തരും കർത്താവിന്റെ കരുണയ്ക്ക് വേണ്ടി നിലവിളിച്ച് പ്രാർത്ഥിക്കണം. ആ വലിയ കരുണയിലേക്ക്, നിലയില്ലാത്ത കരുണക്കടലിലേക്ക് ഈ കരുണയുടെ മണിക്കൂറില്, ഇച്ചിരി അതിദാരുണമായ പീഡാസഹനങ്ങളുടെ ഈ മണിക്കൂറില് നമ്മയും നമ്മുടെ കുടുംബങ്ങളെയും ലോകം മുഴുവനെയും സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. മക്കളെ, കരുണയ്ക്കായി പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങൾ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങളെ രക്ഷിക്കണമേ. ദൈവകൃപ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ചു അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലത്തുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്ക സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. നിത്യപിതാവേ, ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും പാപങ്ങൾക്ക് പരിഹാരമായി അങ്ങയുടെ വത്സലസുതനും ഞങ്ങളുടെ രക്ഷകനുമായ കർത്താവ് ഈശോ മിശിഹായുടെ തിരുശരീരവും തിരുരക്തവും ആത്മാവും ദൈവത്വവും അങ്ങേക്ക് ഞങ്ങൾ കാഴ്ചവെക്കുന്നു. നമ്മുടെ എല്ലാ കുടുംബങ്ങളെയും നമ്മുടെ എല്ലാ കുടുംബങ്ങളുടെ നിയോഗങ്ങളെയും ലോകം മുഴുവനിലുമുള്ള ക്രൈസ്തവ കുടുംബങ്ങളെ പ്രത്യേകിച്ചും കർത്താവിനെ അറിഞ്ഞ് കർത്താവിന്റെ കൽപ്പനകൾ പാലിച്ച് ഈശോ തിരുഹൃദയത്തിന് പ്രതിഷ്ഠിക്കപ്പെട്ട കുടുംബങ്ങൾ ആ പരിശുദ്ധിയിലും ചൈതന്യത്തിലും ജീവിക്കാനൊക്കെ ഇടയാകട്ടെ. അതിനുവേണ്ടി നമ്മുടെ എല്ലാ കുടുംബങ്ങളെ സമർപ്പിച്ചുകൊണ്ട് ഞങ്ങളുടെ കുടുംബങ്ങളുടെ മേൽ കരുണയായിരിക്കണമേ എന്ന് നമുക്ക് ഏറ്റവും എളിമയോടെ ഈശോയോട് പ്രാർത്ഥിക്കാം. മക്കളെ, ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും ഞങ്ങളുടെ കുടുംബങ്ങളുടെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും ഞങ്ങളുടെ കുടുംബങ്ങളുടെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും ഞങ്ങളുടെ കുടുംബങ്ങളുടെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും
ഞങ്ങളുടെ കുടുംബങ്ങളുടെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും ഞങ്ങളുടെ കുടുംബങ്ങളുടെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും ഞങ്ങളുടെ കുടുംബങ്ങളുടെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും ഞങ്ങളുടെ കുടുംബങ്ങളുടെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും ഞങ്ങളുടെ കുടുംബങ്ങളുടെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും ഞങ്ങളുടെ കുടുംബങ്ങളുടെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും ഞങ്ങളുടെ കുടുംബങ്ങളുടെ മേലും കരുണയായിരിക്കണമേ. നിത്യപിതാവേ, ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും പാപങ്ങൾക്ക് പരിഹാരമായി അങ്ങയുടെ വത്സലസുതനും ഞങ്ങളുടെ രക്ഷകനുമായ കർത്താവ് ഈശോ മിശിഹായുടെ തിരുശരീരവും തിരുരക്തവും ആത്മാവും ദൈവത്വവും അങ്ങേക്ക് ഞങ്ങൾ കാഴ്ചവെക്കുന്നു. നമ്മുടെ എല്ലാ യുവമക്കളെയും പ്രത്യേകിച്ച് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. യുവത്വത്തിന്റെ കാലഘട്ടത്തിൽ ഒത്തിരിയേറെ വ്യക്തി സ്വാതന്ത്ര്യത്തിന്റെ പേരിൽ കർത്താവിനെ വിട്ട് സ്വന്തം മാതാപിതാക്കളെ പോലും വിട്ട് തന്നിഷ്ടം പോലെ തീരുമാനമെടുത്ത് വഴിപിഴച്ചു പോകുന്ന മക്കൾ ഏറെയാണ്. 18 വയസ്സ് കഴിഞ്ഞാൽ പിന്നെ പെൺകുട്ടികൾക്കൊക്കെ മാതാപിതാക്കൾ അവർക്ക് സ്വാതന്ത്ര്യമുണ്ട്, ആരെയും അനുസരിക്കണമെന്നൊന്നുമില്ല. അനേക മക്കള് യുവമക്കളൊക്കെ അതുപോലെ തന്നെ പല മക്കളും ഈ മേഖലയിൽ വഴിതെറ്റി പോകുന്ന അവസ്ഥകൾ. മാതാപിതാക്കൾ അനുസരിക്കാതെ, കുടുംബത്തോട് ചേർന്ന് നിൽക്കാതെ, സ്വന്തം സഹോദരങ്ങൾ പോലെ ചേർന്ന് നിൽക്കാതെ തെറ്റായ സ്നേഹബന്ധത്തിലും ലഹരിയുടെ കൂട്ടായ്മയിലും പബ്ബുകളിലും ഒത്തിരി ബാറുകളിലും ഹോം സ്റ്റേകളിലും വ്യഭിചാരത്തിന്റെ അടിമപ്പെട്ട് സ്വന്തം ശരീരത്തിന്റെ വിശുദ്ധി പോലും ചിന്തിക്കാതെ കർത്താവിന്റെ ദൈവാലയത്തിന്റെ പരിശുദ്ധി നഷ്ടപ്പെട്ട് ജീവിക്കുന്ന അനേകം മക്കളുണ്ട്. പലവിധ മേഖലകളിൽ ആയിരിക്കുന്ന എല്ലാ യുവമക്കളെയും സമർപ്പിക്കാം. പഠിച്ചുകൊണ്ടിരിക്കുന്ന യുവമക്കള്, പഠനത്തിൽ ഒത്തിരി പരാജയം നേരിടുന്ന മക്കള്, എത്ര പഠിച്ചിട്ടും പരീക്ഷ നന്നായിട്ട് എഴുതാനോ നന്നായിട്ട് പരീക്ഷ എഴുതിയിട്ടും വിജയം വരിക്കാൻ പറ്റാത്ത വിധം സ്കോർ ചെയ്യാൻ പറ്റാതെ വേദനിക്കുന്ന മക്കള്, ജോലി കിട്ടാത്ത മക്കള്, അങ്ങനെ നമ്മുടെ മക്കളുടെ വേദനകളും ദുഃഖങ്ങളും വഴിതെറ്റിപ്പോയ മക്കളും അവിടെ അവസ്ഥകളും എല്ലാം സമർപ്പിച്ചുകൊണ്ട് എല്ലാ യുവമക്കളുടെ മേലും കരുണയായിരിക്കണമേ എന്ന് നമുക്ക് ഈശോയോട് പ്രാർത്ഥിക്കാം. മക്കളെ, ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും എല്ലാ യുവമക്കളുടെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും എല്ലാ യുവമക്കളുടെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും എല്ലാ യുവമക്കളുടെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും എല്ലാ യുവമക്കളുടെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും എല്ലാ യുവമക്കളുടെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും എല്ലാ യുവമക്കളുടെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും എല്ലാ യുവമക്കളുടെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും എല്ലാ യുവമക്കളുടെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും എല്ലാ യുവമക്കളുടെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും എല്ലാ യുവമക്കളുടെ മേലും കരുണയായിരിക്കണമേ. നിത്യപിതാവേ, ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും
പാപങ്ങൾക്ക് പരിഹാരമായി അങ്ങയുടെ വത്സലസുതനും ഞങ്ങളുടെ രക്ഷകനുമായ കർത്താവ് ഈശോ മിശിഹായുടെ തിരുശരീരവും തിരുരക്തവും ആത്മാവും ദൈവത്വവും അങ്ങേക്ക് ഞങ്ങൾ കാഴ്ചവെക്കുന്നു. ഈശോയുടെ പീഡാസഹനങ്ങളോട് ചേർത്ത് കത്തോലിക്കാ തിരുസഭയെ നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. നമ്മുടെ മാർപ്പാപ്പയെയും കർദിനാൾമാരെയും മെത്രാന്മാരെയും പുരോഹിതരെയും വിശ്വാസികൾക്ക് നേതൃത്വം കൊടുക്കാൻ വേണ്ടി, ആത്മീയ ശുശ്രൂഷകൾക്ക് നേതൃത്വം കൊടുക്കാൻ വേണ്ടി വിളിക്കപ്പെട്ടവരും വേർതിരിക്കപ്പെട്ടവരുമാണ് അവരെല്ലാവരും. ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ പരിശുദ്ധാത്മാവിനാലും സ്വർഗത്തിന്റെ സഹായത്താലും പരിഹരിക്കാനുള്ള ദൈവിക ജ്ഞാനവും അതിസ്വാഭാവികമായ കൃപകളും നിറയപ്പെട്ട് തീരുമാനങ്ങൾ എടുക്കാൻ സഭാധികാരികൾക്ക് സാധിക്കണം. ഇടയധർമ്മം നിറവേറ്റുന്ന ഇടയന്മാരായിട്ട് മാറണം. ഒത്തിരി പ്രശ്നങ്ങൾ നേരിടുന്ന സഭയാണ് ലോകത്ത് നാനാഭാഗത്തും. പ്രത്യേകിച്ച് നമ്മുടെ സീറോ മലബാർ സഭയിൽ വലിയൊരു പ്രശ്നാവസ്ഥയിലാണ്. ഒത്തിരിയേറെ മക്കള് ഈ വേറിട്ടും ഒക്കെ പോകാൻ സാധ്യതയുള്ള സമയത്ത് കർത്താവിന്റെ ജ്ഞാനത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ അഭിഷേക ശക്തി കത്തോലിക്കാ സഭയില് ഉടനീളം എല്ലാ മക്കളിലും, മാർപ്പാപ്പ മുതല് ഏറ്റവും കൊച്ചു കുഞ്ഞായ ഇന്ന് മാമോദിസ സ്വീകരിച്ച ഒരു കുഞ്ഞിലേക്കും നിറയണം. ഔലിയാഭിഷേകം കത്തോലിക്കാ സഭയില് നിറയപ്പെടാനും ദൗത്യം മറക്കാതെ ക്രൂശിതനെ പ്രഘോഷിക്കുന്ന, കർത്താവിനെ പ്രഘോഷിക്കുന്ന സഭ ആ ദൗത്യം പൂർത്തീകരിക്കാൻ, അത് വേർപെട്ടു പോകാതെ, വേർതിരിഞ്ഞു പോകാതെ, ശ്രദ്ധ പതറിപ്പോകാതെ ഏകാഗ്രതയോടെ കർത്താവിന്റെ സഭയിൽ കർത്താവിന്റെ ദൗത്യം പൂർത്തീകരിക്കാൻ സഭയ്ക്കിടയാകട്ടെ. അതിനെല്ലാം വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് കത്തോലിക്കാ സഭയുടെ മേൽ കരുണയായിരിക്കണമേ എന്ന് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. മക്കളെ, ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് പിതാവേ ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കത്തോലിക്കാ സഭയുടെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് പിതാവേ ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കത്തോലിക്കാ സഭയുടെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് പിതാവേ ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കത്തോലിക്കാ സഭയുടെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് പിതാവേ ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കത്തോലിക്കാ സഭയുടെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് പിതാവേ ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കത്തോലിക്കാ സഭയുടെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് പിതാവേ ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കത്തോലിക്കാ സഭയുടെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് പിതാവേ ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കത്തോലിക്കാ സഭയുടെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് പിതാവേ ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കത്തോലിക്കാ സഭയുടെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് പിതാവേ ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കത്തോലിക്കാ സഭയുടെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് പിതാവേ ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കത്തോലിക്കാ സഭയുടെ മേലും കരുണയായിരിക്കണമേ. നിത്യപിതാവേ, ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും പാപങ്ങൾക്ക് പരിഹാരമായി അങ്ങയുടെ വത്സലസുതനും ഞങ്ങളുടെ രക്ഷകനുമായ കർത്താവ് ഈശോ മിശിഹായുടെ തിരുശരീരവും തിരുരക്തവും ആത്മാവും ദൈവത്വവും അങ്ങേക്ക് ഞങ്ങൾ കാഴ്ചവെക്കുന്നു. രോഗികളായ എല്ലാ മക്കളെയും കർത്താവിന്റെ കരുണയിലേക്ക് സമർപ്പിക്കാം. നമുക്കറിയാലോ മക്കളെ, ഇന്ന് ഈ വാക്സിനേഷനും കോവിഡും ഒക്കെ വന്നതിന് ശേഷം നമ്മളെല്ലാ ശരീരങ്ങൾക്കും ഒരു ഇമ്മ്യൂണിറ്റി പവറൊക്കെ നഷ്ടപ്പെട്ട് ഒരു പ്രതിരോധ ശക്തിയില്ലാത്ത അവസ്ഥയിൽ ഒത്തിരി രോഗങ്ങൾ കടിമപ്പെടുകയാണ്. പലയിടങ്ങളിൽ രാജ്യങ്ങളിൽ വിളിക്കുന്ന മക്കളൊക്കെ ഒത്തിരി കോവിഡും ഒത്തിരി പല പല രോഗങ്ങൾ, ഡെങ്കിപ്പനിയും എലിപ്പനിയും മറ്റ് ഫ്ലൂവും ഒക്കെ ആയിട്ട് അനേക മക്കൾ പെട്ടെന്നാണ് രോഗത്തിന് അടിമപ്പെട്ടു പോകുന്നത്. വന്നു കഴിഞ്ഞാൽ പിന്നെ വിട്ടുമാറാത്ത ചുമ, ശ്വാസം മുട്ട്, അനേക മക്കൾ സ്ട്രോക്ക് അടിമപ്പെട്ട് ഒത്തിരിയേറെ തളർന്നു പോകുന്നു. അനേക മക്കള് കുഴഞ്ഞു വീണ് ഇതിനോടൊക്കെ മരിച്ചു കഴിഞ്ഞു. പ്രത്യേക ഒരവസ്ഥയിലേക്ക് നമ്മളൊക്കെ മാറിപ്പോയി. കർത്താവിന്റെ അതിശക്തമായ ജീവന്റെ സമൃദ്ധി നമ്മുടെ ശരീരങ്ങളിൽ, ഈ ആരോഗ്യ മേഖലയിൽ നിറയപ്പെടണം. ജീവനുണ്ടാകാനും
അത് സമൃദ്ധമായി ഉണ്ടാകാൻ വേണ്ടി വന്ന യേശുവിന്റെ ജീവന്റെ സമൃദ്ധിയാൽ നിറയപ്പെട്ട് എല്ലാ രോഗപീഠയിൽ നിന്നും വിമോചിതരാകാനും നമ്മുടെ ശരീരങ്ങള് പ്രതിരോധത്താൽ നിറയപ്പെട്ട് ഒരു രോഗാണുവിനും ഒരു പൈശാചിക ശക്തിക്കും കീഴടക്കാൻ പറ്റാത്ത വിധം സൗഖ്യശക്തിയാൽ നിറയപ്പെടാനൊക്കെ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാ രോഗങ്ങളുടെ മേലും എല്ലാ രോഗികളുടെ മേലും കർത്താവിന്റെ ശക്തി പ്രകടമാകാൻ നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാ രോഗികളുടെ മേലും കരുണയായിരിക്കണമേ എന്ന്. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും എല്ലാ രോഗികളുടെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും എല്ലാ രോഗികളുടെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും എല്ലാ രോഗികളുടെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും എല്ലാ രോഗികളുടെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും എല്ലാ രോഗികളുടെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും എല്ലാ രോഗികളുടെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും എല്ലാ രോഗികളുടെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും എല്ലാ രോഗികളുടെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും എല്ലാ രോഗികളുടെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും എല്ലാ രോഗികളുടെ മേലും കരുണയായിരിക്കണമേ. നിത്യപിതാവേ, ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും പാപങ്ങൾക്ക് പരിഹാരമായി അങ്ങയുടെ വത്സലസുതനും ഞങ്ങളുടെ രക്ഷകനുമായ കർത്താവ് ഈശോ മിശിഹായുടെ തിരുശരീരവും തിരുരക്തവും ആത്മാവും ദൈവത്വവും അങ്ങേക്ക് ഞങ്ങൾ കാഴ്ചവെക്കുന്നു. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമുക്ക് ഒരുമിച്ച് നമ്മുടെ കാർമൽ ധ്യാന കേന്ദ്രത്തെ ഓർത്ത് നന്ദി പറഞ്ഞ് ഈശോയോട് പ്രാർത്ഥിക്കാം. ഈ കാർമൽ ധ്യാന കേന്ദ്രത്തിന് വേണ്ട അഭിഷേകവും ശക്തിയും സംരക്ഷണവും എല്ലാ മേഖലകളിലും ലഭിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കാം. അഭിഷിക്തരും ശുശ്രൂഷകളും വലിയ ശക്തിയാലും അഭിഷേകത്താലും സാത്താന്യ സ്വാധീനങ്ങളെ തകർത്തെറിയുന്ന കരുത്താലും നിറയപ്പെടാനും വേണ്ടി പ്രാർത്ഥിക്കാം. അതിനുള്ള അധികാരവും ശക്തിയും അഭിഷേകവും ഈ കാർമൽ ധ്യാന നിറയപ്പെടാൻ വേണ്ടി പ്രാർത്ഥിക്കാം. ഈ ധ്യാന കേന്ദ്രത്തിന് നേതൃത്വം കൊടുക്കാൻ വേണ്ടി ദൈവമായ കർത്താവ് വേർതിരിച്ച് മാറ്റിവെച്ചിരിക്കുന്ന എന്നെയും കൂടെ ശുശ്രൂഷ ചെയ്യുന്ന എല്ലാ അഭിഷിക്തരെയും നിങ്ങൾ ഒരു നിമിഷം സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ഇവിടെ നിത്യാരാധ്യം എന്ന് പ്രാർത്ഥിക്കുന്ന മക്കള്, പലവിധ കാര്യങ്ങൾക്കായിട്ട് പ്രാർത്ഥന തേടി വരുന്ന മക്കള്, ഇവിടെ ധ്യാനം കൂടിപ്പോയ മക്കള്, ജ്ഞാനത്തെ സഹായിക്കുന്ന മക്കള്, എല്ലാവരെയും സമർപ്പിച്ചുകൊണ്ട് ഈ കാർമൽ ധ്യാന കേന്ദ്രത്തിന്റെ മേൽ കരുണയായിരിക്കണമേ എന്ന് നമുക്ക് ഒരുമിച്ച് ഈശോയോട് പ്രാർത്ഥിക്കാം. മക്കളെ, ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കാർമൽ ധ്യാന കേന്ദ്രത്തിന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കാർമൽ ധ്യാന കേന്ദ്രത്തിന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കാർമൽ ധ്യാന കേന്ദ്രത്തിന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കാർമൽ ധ്യാന കേന്ദ്രത്തിന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കാർമൽ ധ്യാന കേന്ദ്രത്തിന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കാർമൽ ധ്യാന കേന്ദ്രത്തിന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ
പീഡാസഹനങ്ങളെ കുറിച്ച് പിതാവേ ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കാർമൽ ധ്യാന കേന്ദ്രത്തിന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് പിതാവേ ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കാർമൽ ധ്യാന കേന്ദ്രത്തിന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് പിതാവേ ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കാർമൽ ധ്യാന കേന്ദ്രത്തിന്റെ മേലും കരുണയായിരിക്കണമേ. പരിശുദ്ധനായ ദൈവമേ, പരിശുദ്ധനായ ബലവാനെ, പരിശുദ്ധനായ അമർത്യനെ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. പരിശുദ്ധനായ ദൈവമേ, പരിശുദ്ധനായ ബലവാനെ, പരിശുദ്ധനായ അമർത്യനെ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. പരിശുദ്ധനായ ദൈവമേ, പരിശുദ്ധനായ ബലവാനെ, പരിശുദ്ധനായ അമർത്യനെ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ തിരുഹൃദയത്തിൽ നിന്നും ഞങ്ങൾക്ക് വേണ്ടി കാരുണ്യ സ്രോതസ്സായി ഒഴുകി ഇറങ്ങിയ തിരുരക്തമേ, തിരുജലമേ, ഞങ്ങൾ അങ്ങയിൽ ശരണപ്പെടുന്നു. ഈശോയുടെ തിരുഹൃദയത്തിൽ നിന്നും ഞങ്ങൾക്ക് വേണ്ടി കാരുണ്യ സ്രോതസ്സായി ഒഴുകി ഇറങ്ങിയ തിരുരക്തമേ, തിരുജലമേ, ഞങ്ങൾ അങ്ങയിൽ ശരണപ്പെടുന്നു. ഈശോയുടെ തിരുഹൃദയത്തിൽ നിന്നും ഞങ്ങൾക്ക് വേണ്ടി കാരുണ്യ സ്രോതസ്സായി ഒഴുകി ഇറങ്ങിയ തിരുരക്തമേ, തിരുജലമേ, ഞങ്ങൾ അങ്ങയിൽ ശരണപ്പെടുന്നു. ദിവ്യകാരുണ്യീശോയെ, ഈ കരുണയുടെ മണിക്കൂറിനെ ഓർത്ത് നിലയില്ലാത്ത കരുണക്കടലിൽ നിന്ന് കരുണയുടെ വലിയ പ്രവാഹം ഞങ്ങളിലേക്കും ഞങ്ങളുടെ കുടുംബങ്ങളിലേക്കും ഈ കാർമൽ ധ്യാന കേന്ദ്രത്തിലേക്കും ഞങ്ങൾ ആർക്കൊക്കെ വേണ്ടി പ്രാർത്ഥിച്ചോ, ഏതെല്ലാം മേഖലകൾക്കും മക്കൾക്കും വേണ്ടി പ്രാർത്ഥിച്ചോ, അവരിലേക്കും അവയിലേക്കുമൊക്കെ അതിശക്തമായിട്ട് അങ്ങയുടെ തിരുഹൃദയത്തിൽ നിന്ന് ഒഴുകിയ തിരുരക്തത്തിന്റെയും തിരുജലത്തിന്റെയും ശക്തമായ കരുണയുടെ പ്രവാഹത്തെ ഓർത്ത് ഈശോയെ ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. കർത്താവേ, വിശുദ്ധ ഫൗസ്തീന പ്രാർത്ഥിച്ചതുപോലെ ഒരു കോട്ടയുടെ ഉള്ളിലെന്ന പോലെ അങ്ങയുടെ കരുണാർദ്രമായ തിരുഹൃദയത്തിന്റെ ഉള്ളില് ഞങ്ങൾക്കും ഞങ്ങളുടെ കുടുംബങ്ങൾക്കും ഞങ്ങളുടെ മക്കൾക്കും ഞങ്ങൾ സമർപ്പിച്ച എല്ലാ മക്കൾക്കും എല്ലാ മേഖലകൾക്കും സ്വർഗത്തിന്റെ സംരക്ഷണം, സ്വർഗത്തിന്റെ സഹായം, സ്വർഗത്തിന്റെ ശക്തി നിറച്ച് അനുഗ്രഹിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പ്രിയപ്പെട്ട മക്കളെ, ഞങ്ങളുടെ ഓരോരുത്തരുടെയും വ്യക്തിപരമായ നിയോഗങ്ങളും പ്രാർത്ഥനകളും ഒരു നിമിഷം നിശബ്ദമായിട്ട് കർത്താവിന്റെ തിരുസന്നിധിയിലേക്ക് സമർപ്പിച്ചേ. ദിവ്യകാരുണ്യീശോയെ, അങ്ങയുടെ ഈ പ്രിയപ്പെട്ട മക്കൾ ഈ സമയം അങ്ങയുടെ തിരുസന്നിധിയിൽ സമർപ്പിച്ച എല്ലാ പ്രാർത്ഥനകളും നിയോഗങ്ങളും പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയം വഴി വിശുദ്ധ ഔസേപ്പ് പിതാവിന്റെ നിർമ്മല ഹൃദയത്തിന്റെ വലിയ സംരക്ഷണത്തിൽ വിശുദ്ധ മിഖായേൽ, ഗബ്രിയേൽ, റഫായേൽ മാലാഖമാരുടെയും എല്ലാ സ്വർഗവാസികളുടെയും പ്രത്യേക മാധ്യസ്ഥ സാന്നിധ്യ സംരക്ഷണത്തിൽ അങ്ങയുടെ കരങ്ങളിലേക്ക് ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ മക്കളായ ഞങ്ങൾക്ക്, സ്വർഗത്തിന്റെ പൗരത്വമുള്ള മക്കൾക്ക്, സ്വർഗത്തിന്റെ സഹായത്തിൽ എല്ലാ അനുഗ്രഹങ്ങളും കൃപകളും സൗഖ്യവും വിടുതലും സ്വാതന്ത്ര്യവും ശക്തിയും എല്ലാം നിറച്ചു നൽകണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈ മക്കൾക്കെല്ലാം വേണ്ടിയും അവിടുത്തെ അഭിഷിക്തരായ ഞങ്ങൾ അങ്ങയുടെ തിരുസന്നിധിയില് സഭയുടെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. എല്ലാ മക്കളെയും അനുഗ്രഹിക്കണമേ. ഈശ്വരാശീർവാദത്തിനു വേണ്ടി നമുക്ക് ഈ സമയം പ്രാർത്ഥിക്കാം. മക്കളെ, പരിശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കറകളിൽ നിന്നും മർത്യനു നീ മോചനമേകി. സകലേശാദിവ്യ കടാക്ഷം
തൂകണമേ വത്സല സുതരിൽ നിർമ്മലരായി ജീവിച്ചിടുവാൻ ചിന്തണമേ ദിവ്യവരങ്ങൾ. യേശുവേ ആരാധന ആരാധന ആരാധന. ഹല്ലേലൂയ. യേശുവേ നന്ദി, സ്തുതി സ്തുതി സ്തുതി. കർത്താവേ, ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ ഈ കരുണയുടെ മണിക്കൂറിൽ കർത്താവെ ആരാധനയിലായിരുന്ന കർത്താവെ അങ്ങയോട് കണ്ണുനീരോട് അപേക്ഷിക്കുന്ന എല്ലാ മക്കളുടെ ജീവിതത്തിലേക്ക് കർത്താവെ അങ്ങയുടെ കരുണയും അങ്ങയുടെ കൃപയും അങ്ങയുടെ അനുഗ്രഹങ്ങളും വർഷിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈശോയെ ആരാധന ആരാധന. ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ നന്ദി, സ്തുതി സ്തുതി. ഈശോയെ സ്തോത്രം, ഈശോയെ ആരാധന, ഈശോയെ മഹത്വം. ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ മഹത്വം മഹത്വം. ആരാധന ആരാധന. ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ നന്ദി, ഈശോയെ സ്തുതി, ഈശോയെ സ്തോത്രം, ഈശോയെ ആരാധന, ഈശോയെ നന്ദി, യേശുവേ നന്ദി, ഈശോയെ ആരാധന. ഹല്ലേലൂയ ആരാധന. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നിത്യസ്തുതിക്ക് യോഗ്യമായ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. എല്ലാ മുട്ടും മടങ്ങും എല്ലാ നാവും പാടിടും യേശു മാത്രം കർത്താവെന്ന്, യേശു മാത്രം കർത്താവെന്ന്.